ദുബായിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം 21 വർഷമായി ദുബായിൽ വന്നിട്ട്. ഫാമിലിയോടൊപ്പം ദുബായിലാണ്. നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് ഏകദേശം 4.5 വർഷമായി. ഒരു അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം ആവശ്യമുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് വന്നത്. കാരണം നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു. കൊറോണ വന്ന സമയത്ത് ശമ്പളം കുറച്ച് കുറഞ്ഞു, പകുതിയായി മാറി. അതുവരെ ഉണ്ടായിരുന്ന ചെലവ് താങ്ങാൻ പറ്റാതായപ്പോൾ അഡീഷണൽ ഇൻകം ആഗ്രഹിച്ചാണ് ഇതിലേക്ക് പാർട്ട് ടൈം ആയിട്ട് വന്നത്. 1.5 വർഷം ജോലിയുടെ കൂടെ പാർട്ട് ടൈമായി ചെയ്തു. അതിനുശേഷം ജോലി വേണ്ടാന്ന് വെച്ചു. കാരണം ജോലിയേക്കാളും ബെറ്ററായി തോന്നിയത് കൊണ്ടാണ് ഇതിലേക്ക് ഫുൾ ടൈമിലേക്ക് വന്നത്. കാരണം ഇത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ള 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കൊറോണ വന്ന സമയത്ത് എൻ്റെ ശമ്പളം പകുതിയായി മാറ്റാൻ കമ്പനിക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ജോലി നഷ്ടപ്പെടുത്താൻ ആ കമ്പനിക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അധികകാലം ജോലി നിന്നാലും വലിയ പ്രയോജനം മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, വീട്ടിൽ നിന്നും പുറത്തൊന്നും പോവാതെ, വെയിൽ കൊള്ളാതെ, മഴ കൊള്ളാതെ ഈ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഏകദേശം 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. നമ്മളെല്ലാവരും ബിസിനസ് എന്ന് പറയുമ്പോൾ കുറെ ലക്ഷങ്ങളും കോടികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സേ കണ്ടിട്ടുണ്ടാവും അല്ലേ? പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ബിസിനസ്സും നമുക്കുണ്ട്. ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. ബെസ്റ്റ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്, വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ, ദ ടീം ഓഫ് ചാമ്പ്യൻ. ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഈ വിന്നിംഗ് ടീം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. വിന്നിംഗ് ടീമിന്റെ CEO കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമറാക്കി മാറ്റണം. നമ്മളെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഏകദേശം 89-90 ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും കസ്റ്റമറാണ്. എത്രയോ വർഷങ്ങളായി, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഓരോ കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വെറും ഒരു കസ്റ്റമറാണ്. നമുക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കാറുണ്ടോ? 1 രൂപയുടെ വരുമാനമോ 1 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റോ നമുക്ക് ആരും തരാറില്ല അല്ലെ? നമ്മൾ ഇത്രയും കാലം സാധനം വാങ്ങിച്ചതിന്റെ പേരിൽ നമുക്ക് 1 രൂപയുടെ വരുമാനം ആരും തന്നിട്ടില്ല. അവിടെ നമുക്കൊരു അവസരം ലഭിക്കാറില്ല. ഈ ഞാൻ പറയുന്ന കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമറാക്കി മാറ്റുകയാണ്. അവർക്കൊരു വരുമാന മാർഗം, ലൈഫ് ലോങ് പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ ഒരു അവസരം. ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാം, നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അല്ലേ? നല്ല ജോലി, പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലി വാങ്ങിക്കാനും ആ ജോലിയിലൂടെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നേടാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ. ലക്ഷറി വീട്, നല്ലൊരു വീട് വെക്കുക, അതെല്ലാവരും ആഗ്രഹമാണ്. പക്ഷെ ഒരു ലക്ഷറി വീട്, ലക്ഷറി വാഹനം, അതൊക്കെ സ്വപ്നമാണ്. നമ്മളുടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ഇന്ന് നമുക്ക് ജോലി ചെയ്താൽ, ഇന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ഇതുപോലെ ലക്ഷറി വീടും ലക്ഷറി വാഹനവും വാങ്ങിക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ധാരാളം ബാങ്ക് ബാലൻസ്, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, സ്വർണം വാങ്ങിക്കാൻ. ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങിക്കാൻ 4 മാസം ശമ്പളം കൂട്ടി വെച്ചാൽ പോലും ആവത്തില്ല. പണ്ട് ഒരു പവൻ വാങ്ങിക്കാൻ ശമ്പളത്തിന്റെ കുറച്ച് ഭാഗം മതിയായി. ഇന്നൊരു പവൻ വാങ്ങിക്കാൻ അത്രക്കും പൈസയാണ്. വിദേശ യാത്ര പോവാൻ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സാധിക്കും തോന്നുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വരുമാനം വെച്ചുകൊണ്ട് നമുക്ക് ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല അല്ലേ? പിന്നെ റിട്ടയർമെന്റ് ലൈഫ്, ഇന്ന് നമ്മൾ എല്ലാവരും എന്താ ചെയ്യണേ? 55-60 വയസ്സ് വരെ ജോലി ചെയ്യുന്നു. പിന്നെ റിട്ടയർമെന്റ് ലൈഫ് അസുഖങ്ങളും മരുന്നുകളായിട്ട് ഹോസ്പിറ്റലുമായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നുണ്ടോ? പിന്നെ ജീവിക്കാൻ പോലും പൈസ തികയാതെ മക്കളെ ആശ്രയിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇന്ന് എല്ലാ ജോലിക്കാരന്റെ അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ കുറച്ച് നല്ല ബിസിനസ്സുകാർ, 5% ബിസിനസ്സുകാർ ചിലപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ നേടുന്നുണ്ടാവും. യൂസഫ് അലി സാറ് പോലെ, ലുലുവിനെ പോലത്തെ, കല്യാൺ സിൽക്കിനെ പോലത്തെ, ജോയ് ആലുക്കാസിനെ പോലത്തെ, അല്ലെങ്കിൽ നെസ്റ്റോ പോലത്തെ വലിയ 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 ബിസിനസ് ഓണേഴ്സ്, കോടികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ബിസിനസ്സുകാർക്കൊക്കെ ഈ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നേടാൻ സാധിക്കുന്നുണ്ടാവും. നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ ഇവരുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച നമ്മളെ കഴിവുകളെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആൾക്കാരാണ്. ഇതിലൂടെ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കത്തില്ല. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് നേടാൻ സാധിക്കത്തില്ല. ഇനി ഒരു ബിസിനസ്സുകാരനാണെങ്കിലോ, ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സാധാരണക്കാരൻ ബിസിനസ് ചെയ്ത എന്താ അവസ്ഥ? ഒന്ന് പച്ച പിടിച്ച് ഒന്ന് എന്തെങ്കിലും ഒരു വരുമാനം നേടിയെടുക്കുന്ന സമയമാകുമ്പോൾ തൊട്ടടുത്ത് അതേപോലെയുള്ള ബിസിനസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അവിടെ നമ്മൾക്ക് കോമ്പറ്റീഷൻ ആയല്ലേ, നമ്മുടെ കച്ചവടത്തിന്റെ പകുതി അങ്ങോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ വരുമാനം പകുതിയായി തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ടെൻഷൻ വരാൻ തുടങ്ങുന്നു, BP വരുന്നു, ഷുഗർ വരുന്നു. ഇത് നോർമൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ അവസ്ഥയാണ്, ഒരു കച്ചവടക്കാരൻ്റെ അവസ്ഥയാണ്. എന്നും കച്ചവടം ഒന്ന് ശരിയായി പോയി എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്ന സമയമാകുമ്പോഴേക്കും അടുത്ത അതേപോലെ തൊട്ടടുത്ത ബിൽഡിംഗ് ഇതേപോലത്തെ ഒരു കട വേറെ ഓപ്പൺ ആക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല പല ബിസിനസ്സുകാരുടെയും അവസ്ഥ ഇങ്ങനത്തെയാണ്. ചെറുതായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ പിറകെ ടെൻഷനാണ്. ജീവിതകാലം മുഴുവനും ആ ഒരു ബുദ്ധിമുട്ടും പ്രാരാബ്ധമായിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? നമുക്ക് ഈ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഇന്നത്തെ ജോലിയിലോ നമ്മുടെ ഈ ഒരു പറഞ്ഞ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ സ്വന്തം വീട്ടു ചെലവിനെ ഒരു വരുമാനമാക്കി മാറ്റാൻ ലക്ഷറി ലൈഫിലേക്ക് പോകാൻ ഒരു അവസരം. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു റിസ്കോ ടെൻഷനോ വരുന്നില്ല, ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും വിന്നിങ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് മനസ്സിലാക്കി തരാം. വിന്നിങ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഡെയിലി ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പാർട്ട് ടൈം ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഒരു വീട്ടമ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരുണ്ടാവാം. നിങ്ങൾ ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ജോലി കഴിഞ്ഞുള്ള വെറുതെ സോഷ്യൽ മീഡിയ കളയുന്ന TV കാണുന്ന കുറച്ച് സമയം മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ, വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ വീട്ടു ജോലിയും കഴിഞ്ഞ് മക്കൾ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ 1-2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കി ഈ ബിസിനസ് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ, ഒരു 2 വർഷത്തെ ബിസിനസ് പ്രൊജക്റ്റായി ഇതിനെടുക്കാൻ സാധിക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ മാസ വരുമാനം വാങ്ങിക്കുന്ന ലൈഫ് ലോങ് പാസീവ് ഇൻകം വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിക്കുന്നു വെറും ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ. നമ്മൾ ഇതുവരെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഷോപ്പ് ബ്രാൻഡിനെ ഒന്ന് മാറ്റാൻ തയ്യാറാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്. ഈ ഒരു സ്ക്രീനിൽ നോക്കൂ, നമ്മൾ എങ്ങനെയാണ് സാധനം വാങ്ങിക്കുന്നത്. ആ മേലെ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് നമ്മൾ സാധനം വാങ്ങിക്കുന്ന വർഷങ്ങളോട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് രീതി. നമ്മൾ കസ്റ്റമറാണ്, വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നത്? TV തുറന്നു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമിൻ്റെ ഇടയിലും പരസ്യങ്ങളാണ്. സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും കോടികൾ വാങ്ങിച്ചുകൊണ്ട് പരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതാണ് വാങ്ങിച്ചുപയോഗിക്കുന്നത്. വീട്ടിനടുത്തുള്ള കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ 100% MRP കൊടുക്കണം. ആ കച്ചവടക്കാരൻ ഉണ്ടാക്കിയ സാധനമാണ് അതെല്ലാം. അദ്ദേഹം മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് അല്ല. അദ്ദേഹം ഹോൾസെയിലർമാരുടെ വശത്ത് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ കടേന്റെ വാടകയും അദ്ദേഹത്തിന്റെ വീട്ടു ചെലവും എല്ലാം കൂടെ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ടോ. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന്റെ വരുമാനം ആ നമ്മളിൽ വാങ്ങിക്കുന്ന ആ 100% MRP കൊടുത്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഒരു ചെറിയ പ്രോഫിറ്റ് ആ കച്ചവടക്കാരനും ഹോൾസെയിലർമാരും അവരുടെ ലാഭവും ഡിസ്ട്രിബ്യൂട്ടർമാരും C&F ഏജന്റും അവരുടെ ലാഭങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. കമ്പനിക്ക് ഏത് കമ്പനിയായാലും 40% മാത്രമേ കിട്ടത്തുള്ളൂ. 60% കമ്പനി നമ്മളെ നിന്ന് വാങ്ങിക്കുന്നത് ഈ ഇടനിലക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. TV ചാനലിന് കൊടുക്കേണ്ട കോടികൾ, സിനിമാക്കാർക്ക് കൊടുക്കേണ്ട ഓരോ പ്രൊഡക്റ്റിനും പരസ്യം പറയാൻ 5 കോടിയൊക്കെ വാങ്ങിക്കുന്ന സിനിമാ താരങ്ങളുണ്ട്. ഒരേ സിനിമാ താരം 3-4 കമ്പനികളുടെ പ്രൊഡക്റ്റിന്റെ പരസ്യങ്ങൾ പറയുന്ന കണ്ടിട്ടുണ്ടോ? അവർ കോടീശ്വരന്മാരാണ്. TV ചാനൽ ആൾക്കാരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധാരണക്കാരായ കസ്റ്റമർ നമ്മൾക്ക് എന്താ ഇവിടെ പ്രയോജനമുണ്ട്? അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അത് തീരുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. 1 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഈ നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാതെ ഇരുന്ന സമയത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും കോൾഗേറ്റോ ക്ലോസപ്പോ ലക്സോ സന്തൂറോ കമ്പനികൾ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടോ? ഇത്രയും വർഷങ്ങളോടെ നിങ്ങൾ സാധനം വാങ്ങിച്ച് നമ്മളെ കോടീശ്വരന്മാരാക്കിയതല്ലേ. ഈ പണിയില്ലാത്ത സമയത്ത്, കൊറോണ വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫ്രീ പ്രൊഡക്റ്റ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ. ആരൊക്കെയോ കുറച്ച് ആൾക്കാർ മാത്രം പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ സാധാരണക്കാർ സ്ഥിരമായിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാം. നമ്മൾക്കിവിടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനി, 21 വർഷമായിട്ടുള്ള ഇന്ത്യൻ കമ്പനി, ഡൽഹി ബേസിലാണ് കമ്പനി. ഹിമാചൽ പ്രദേശിൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉള്ള
450-ൽ പരം പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരിട്ട് ഒരു അവസരം തരികയാണ്. നിങ്ങൾക്ക് വെസ്റ്റേജിൽ നിന്നും നേരിട്ട് സാധനം വാങ്ങിക്കാൻ സാധിക്കും. ഈ കാണുന്ന ഇടനിലക്കാർക്ക് കൊടുക്കുന്ന 60% പ്രോഫിറ്റ് 9 തരം വരുമാനമായിട്ട് നമ്മൾക്ക് തരാൻ കമ്പനി റെഡിയാണ്. നിങ്ങളുടെ വീട്ടു ചെലവിലൂടെ ഈ 9 തരം വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഈ സിനിമാക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ആ കോടികൾ നമുക്കൊരു വരുമാനം ഉണ്ടാക്കി തരാൻ കമ്പനി റെഡിയാണെങ്കിൽ, ആർ യു റെഡി? നിങ്ങൾക്ക് വേണോ ഒരു വരുമാനം, ലൈഫ് ലോങ് പാസീവ് ഇൻകം, നിങ്ങളുടെ ആബ്സെൻസിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന, നിങ്ങളൊന്ന് മാറി നിന്നാൽ പോലും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ് മനസ്സിലാക്കാൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. ഇതാണ് മിസ്റ്റർ ഗൗതം പാലി സർ, കൺവെയർ വീസിംഗ് ആൻഡ് റീബോക്സ് സർ. കമ്പനിയുടെ മാനേജ്മെന്റ് ആണ്. 35 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ മേഖലയിൽ, ഡയറക്ട് സെയിൽ മേഖലയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഏത് സാധാരണക്കാരന് വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനിയുടെ മിഷൻ ഡയറക്ട് സെയിലിംഗ് മേഖലയിൽ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക. ഇന്ന് 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഓൾറെഡി 30 രാജ്യങ്ങൾ ലക്ഷ്യമാക്കി പോകുന്ന ഒരു കമ്പനിയാണ്. 1000-ലധികം പ്രൊഡക്റ്റിലേക്ക് എത്താൻ പോകുന്ന, ഇന്ന് 450-ൽ പരം പ്രൊഡക്റ്റായി 1000-ലധികം പ്രൊഡക്റ്റ് എത്തിക്കാൻ പോകുന്ന ഒരു കമ്പനിയാണിത്. ഈ ഒരു സ്ക്രീനിൽ നോക്കാം. നമുക്ക് 2004-ൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി. ഡൽഹിയിലും ബാംഗ്ലൂരും 2 ഓഫീസ് 2004-ൽ. ഇന്ന് 5000-ലധികം ഔട്ട്ലെറ്റ് ഉണ്ട്. കേരളത്തിൽ മലപ്പുറം ജില്ല മാത്രം 12ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. വെറും 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 450-ൽ പരം പ്രൊഡക്റ്റായി. വെറും എന്നെ പോലെയുള്ള, നിങ്ങളെ പോലെയുള്ള 6 വ്യക്തികൾ സ്റ്റാർട്ട് ചെയ്ത ഈ ബിസിനസ് ഇന്ന് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുള്ള ഒരു വലിയ കമ്പനിയായി മാറിക്കഴിഞ്ഞു. 10 പ്രൊഡക്റ്റിൽ നിന്ന് 450-ൽ പരം പ്രൊഡക്റ്റായി ഇന്ത്യയിൽ നിന്നും 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞാൻ 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നു. ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിനുള്ള അവാർഡും, ഗ്ലോബൽ 100 അവാർഡും, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡും, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡ്, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡിനുള്ള അവാർഡ്, ഇന്ത്യയിലെ TRAയുടെ അവാർഡ്, ഏറ്റവും നല്ല വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന കമ്പനിക്കുള്ള അവാർഡ് ലാസ്റ്റ് 2 വർഷമായിട്ട് തുടർച്ചയായി വാങ്ങിക്കുന്ന കമ്പനിയാണ് വെസ്റ്റേജ്. 450-ൽ പരം പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനി. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു എല്ലാവിധ പ്രൊഡക്റ്റും ഇതിനകത്ത് കാണാൻ സാധിക്കും. കുളിക്കാനുള്ള സോപ്പുകൾ, പല്ല് തേക്കേണ്ട പേസ്റ്റുകൾ, ഇന്ന് മാർക്കറ്റിൽ കാണുന്ന പോലത്തെ സോപ്പല്ല ഞാൻ പറഞ്ഞ TFM 76 ക്വാളിറ്റിയുള്ള, മനുഷ്യ ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന TFM 70-ക്ക് മേലെ, 72-ന് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. മാർക്കറ്റിൽ നമ്മൾ വില കുറഞ്ഞ പ്രൊഡക്റ്റ് അന്വേഷിച്ച് നടക്കുമ്പോൾ നോക്കണം എന്തൊക്കെ പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്കിൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡോക്ടർമാരെ കാണിച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടോ. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? വില കുറഞ്ഞ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ പല ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ടാവും. പിന്നെ അസുഖങ്ങൾ വേറെ വലുതായിരിക്കും മാറുന്നത്. നിങ്ങൾക്ക് ഏത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സോപ്പിന്റെ വില 44 രൂപയാണ്. ഈ 44 രൂപ സോപ്പ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമില്ലാതെ ഒരു സാധനം വാങ്ങിക്കേണ്ട. ബൾക്ക് പർച്ചേസിങ്ങോ ആരെ കൊണ്ടും നിർബന്ധമായിട്ട് സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ആ പരിപാടികളല്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും കാലം സാധനം വാങ്ങിച്ച് ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ കയ്യിലുള്ള പൈസക്ക് നമ്മൾ പൈസ കൊടുത്ത് മറ്റുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങാം. 44 രൂപയുടെ സോപ്പ് വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ 63-ന്റെ പേസ്റ്റ് വാങ്ങിച്ചിട്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 63-ന്റെ പേസ്റ്റിന്റെ പ്രത്യേകത, ഒരു പ്രാവശ്യം പല്ല് തേക്കുന്നതിന് നിങ്ങൾക്ക് പല്ലുവേദന മാറ്റാൻ സാധിക്കും, പല്ല് പുളിപ്പുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. ഇന്ന് ഡെന്റിസ്റ്റ് റെഫർ ചെയ്യുന്ന പേസ്റ്റിന്റെ വില 100 ഗ്രാമിന് 240 രൂപയാണ്. സാധാരണക്കാരൻ വാങ്ങിക്കുന്ന പേസ്റ്റിന്റെ വില ഏകദേശം 68 രൂപയൊക്കെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്ന വെസ്റ്റേജിന്റെ പേസ്റ്റിന്റെ വില 63 രൂപ. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ പല്ല് തേക്കുന്ന പേസ്റ്റോ കുളിക്കുന്ന സോപ്പോ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറൊരു കമ്പനിയുടെ സോപ്പും പേസ്റ്റ് ഉപയോഗിക്കത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾ 100% ഒരു വെസ്റ്റേജിന്റെ കസ്റ്റമറായി മാറിയിട്ടുണ്ടോ. അത്രക്കും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാവുക. 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ബ്രഷ്, മൗത്ത് വാഷ്, അതുപോലെ ചായപ്പൊടി, കോഫിപ്പൊടി, ഒറിജിനൽ ചായപ്പൊടി ഇട്ടോ. സിനിമാക്കാരും TV-യിൽ പരസ്യം കാണിക്കുന്ന ആ ചായപ്പൊടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ഒറിജിനൽ ചായപ്പൊടിയുടെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചു നോക്കുക. അതേ വിലയിൽ വാങ്ങിക്കാൻ സാധിക്കും. പാചകം ചെയ്യാനുള്ള എണ്ണ, കുക്കിംഗ് ഓയിൽ, omega 3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ, വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാനെങ്കിലും
കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തവിടെണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് എത്ര ചിലവാകുന്നുണ്ടോ അതിൽ കുറവ് ചിലവേ വേണ്ടൂ, അതിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്യേണ്ടു. നല്ല ആരോഗ്യമുള്ള ലൈഫ് ഈ ഒരു എണ്ണയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇതിൻ്റെ ഒരു പാചകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല, അത്രക്കും ടേസ്റ്റാണ്. ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റിലും കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ബാറുകളും ഫ്രഷ് ഡ്രിങ്ക് അവൈലബിൾ ആണ്. മുടി വളരാനുള്ള ഹെയർ ഓയിൽ, ഹെർണിക ഫ്ലവറിൻ്റെ ഹെയർ ഓയിൽ ഉണ്ട്. ഡാൻഡ്രഫും തലയിൽ പേനും പറ്റുന്ന ഷാമ്പു ഉണ്ട്. ഹെയർ സ്പാ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിൽ 100ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, പപ്പായ, ചാർക്കോൾ, പീൽ മാസ്ക്, ഇങ്ങനെയുള്ള നിരവധി ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, പാൻറ്റി ലൈനേഴ്സ്, ഇൻറ്റിമേറ്റ് വാഷ്, സാനിറ്ററി നാപ്കിൻ, ഇങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസുകളുണ്ട്. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ. ഇന്ന് നമ്മൾ ഉള്ളത് എവിടെയാണ്? ഇൽനസ് ലോകത്ത്. രോഗികളുടെ കൂമ്പാരമായി കിടക്കുക നമ്മുടെ നാട്ടിൽ. ഹോസ്പിറ്റലിൽ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക, മെഡിക്കൽ ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ഈ കെമിക്കൽ അടങ്ങിയ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, വിഷമടങ്ങിയ പച്ചക്കറി കഴിക്കുന്നു, ഹോർമോൺ അടിച്ച് ചിക്കൻ കഴിക്കുന്നു, അതിൻ്റെ മുട്ട കഴിക്കുന്നു. ഇന്ന് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ടോ അസുഖമില്ലാത്ത മരുന്നുകൾ കഴിക്കാത്തൊരു ലോകത്തേക്ക് പോകാൻ? ഇവിടെ 100ഓളം വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്. ഷുഗറുള്ള ആൾക്കാർ എത്ര കാലമായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? വർഷങ്ങളോളം, 10 വർഷം, 15 വർഷം, 25 വർഷമൊക്കെ ഷുഗറിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇൻസുലിൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്തിനു കൊള്ളും ആ ശരീരം? ആര്യവേപ്പിന്റെ നീമിന്റെ ഒരു സപ്ലിമെന്റ് 334 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നോർമൽ എത്തിക്കാൻ സാധിക്കും. ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം, ആർക്കും കുഞ്ഞുങ്ങൾക്കടക്കം കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നീമൊക്കെ. അതുപോലെ ഹാർട്ട് ബ്ലോക്ക് വന്ന് എന്താ സർജറി ചെയ്ത് ലക്ഷങ്ങൾ കൊടുത്ത് സർജറി ചെയ്താൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ ആ വ്യക്തി? 529 കൊടുത്ത ഫ്ലാക്സ് ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ബ്ലോക്കിന് അലിയിച്ച് കളയാൻ സാധിക്കും. അത്രക്കും വണ്ടർഫുൾ ആയിട്ടുള്ള omega 3 അടങ്ങുന്ന സപ്ലിമെന്റ് ആണ്. ഇങ്ങനെയുള്ള നിരവധി മുട്ടുവേദനക്ക് വെറുതെ മുട്ടിന്റെ സർജറി ചെയ്ത് പൈസ കളയാതിരിക്കാൻ ശ്രമിക്കുക. ഗ്ലൂക്കോസമിനും കാൽസ്യം, കൊലാജനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന നല്ല രീതിയിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വെറുതെ പൈസ മെഡിസിൻ കാണിച്ച്, ഹോസ്പിറ്റലിൽ കാണിച്ച്, പെയിൻ കില്ലർ കഴിച്ച് ആരോഗ്യം നശിപ്പിക്കാതിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. അത് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർ ചോദിച്ച് വാങ്ങിക്കുമല്ലോ. ഇങ്ങനെയുള്ള ഏകദേശം 450-ൽ പരം പ്രൊഡക്റ്റുള്ള ഈ കമ്പനിയുടെ കൂടെ നല്ലൊരു ആരോഗ്യത്തോടെ നിങ്ങളുടെ ഏത് പ്രായത്തിലും ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ് ആക്കി മാറ്റാൻ ഇതിന് സാധിക്കും. അതെങ്ങനെ? അതിനു മുന്നേ ഞാൻ പറയാം, നിങ്ങൾ ഇത്രയും കാലം, നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കടകളിൽ പോയി സാധനം വാങ്ങിച്ചപ്പോൾ, സിനിമാക്കാർ പരസ്യം പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ടോ? ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടോ? MRPയിൽ നിന്നും ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ 35% വരെ ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ്. ഒരു 100 രൂപയുടെ സാധനം നിങ്ങൾ MRP വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 65-70 കൊടുത്താൽ മതി. എല്ലാ മാസം 10-ാം തീയതി ആകുമ്പോൾ 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് വരുമാനം തരും. ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 18-ാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് തരും. 4 മാസം തുടർച്ചയായി ഈ കമ്പനിയിൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ മാസം പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കാം. 1250 മുതൽ 20,000 രൂപ വരെ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 20,000 രൂപക്കും 2,500-നും 5,000-നും 10,000-ത്തിനൊക്കെ ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനി, സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമർ. എത്ര കൊല്ലമായി നിങ്ങളൊക്കെ സാധനം വാങ്ങിക്കുന്നത്? ഈ കോൾഗേറ്റും ഗ്ലോസപ്പും സന്തൂറും ലക്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാരല്ലേ? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഫ്രീ കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും തന്നിട്ടുണ്ടോ? അടുത്തൊരു പ്രത്യേകത, വെസ്റ്റീജിന്റെ കമ്പനിയുടെ പ്രത്യേകത, നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി അതിന്റെ അടപ്പ് തുറന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചോളൂ. 30% വരെ യൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കൊടുത്ത പൈസ നഷ്ടമായെന്ന്, ഇതിന് അത്ര ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും കമ്പനി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വെസ്റ്റീജ് എന്തുകൊണ്ട് അത്രയും ഗ്യാരണ്ടി പറയുന്നത്? അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് 21 വർഷമായിട്ട്. 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരാൾ പോലും ഈ പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ട് അത്രയും ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ത് ധൈര്യമായിട്ട് നമുക്ക് ഈ കമ്പനി വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കും? കാരണം റീഫണ്ട് പോളിസി ഉണ്ട്. ഇത്രയും ബെനിഫിറ്റുകൾ നമുക്കൊരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ലഭിക്കുകയാണ്. നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതിന്റെ ക്വാളിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ തന്നെ അവർ ചോദിച്ച് അവർ കൊടുക്കുക. നമുക്ക് അതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഒരു ID രജിസ്ട്രേഷൻ ചെയ്യുക ഫ്രീ ആയിട്ട്. നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫ്രാഞ്ചൈസി, 5000-ലധികം ഔട്ട്ലെറ്റ് ഉള്ള ഒരു കമ്പനിയുടെ 8ഓളം രാജ്യങ്ങളുള്ള കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി തരും. പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
അത് രജിസ്ട്രേഷൻ ചെയ്യാൻ ID നമ്പർ പാസ്വേഡ് അവർ വാങ്ങിച്ചു തരും. എന്നിട്ട് ആവശ്യമുള്ള സാധനം നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനം മാത്രം വാങ്ങിച്ചു. ഒരു സോപ്പോ പേസ്റ്റോ ചായപ്പൊടിയോ പാത്രം കഴുകാനോ തുണി കഴുകാനോ തറ തുറക്കാനോ എന്തെങ്കിലും ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. യൂസ് ദ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കും. ഷെയർ ദ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തെ ഷെയർ ചെയ്യും. നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ലൊരു കസ്റ്റമർ ആയിട്ട് ഈ കമ്പനിയോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഈ ബിസിനസ് തുടർന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോവാം. എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമ്മൾ സിനിമാക്കാർ പറയുമ്പോൾ സോപ്പും പേസ്റ്റൊക്കെ മാറി മാറി വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ. ഒരു പ്രാവശ്യം ഈ കമ്പനിയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്ത് ബിസിനസ് വേണ്ട പറഞ്ഞു പോവാം. ഇവിടെ യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഷെയർ ദ എക്സ്പീരിയൻസ്. 4.5 വർഷം മുന്നേ വെസ്റ്റീജിന്റെ കസ്റ്റമർ ആയിരുന്നു ഞാൻ. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ അതിൽ കിട്ടിയ സന്തോഷം ഷെയർ ചെയ്ത് ഇന്ന് 13 രാജ്യത്ത് ബിസിനസ് എത്തിയ ആളാണ്. ആദ്യമായിട്ട് സാധനം വാങ്ങിച്ചപ്പോൾ 300 രൂപ അടുത്തുള്ള പ്രൊഡക്റ്റ് എനിക്ക് ഫ്രീ തന്നു. ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോയ സമയത്ത് ഈ കാര്യമാണ് അവിടെ ഷെയർ ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ മോശം കാര്യം, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമയാണെന്ന് പറയും, മോശം സിനിമയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയും, മൊബൈൽ വാങ്ങിച്ചാൽ അതിനെക്കുറിച്ച് പറയും, ഡ്രസ്സ് വാങ്ങിച്ചാൽ അതിനെക്കുറിച്ച് പറയും, ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ലൊരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ, നല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആക്കുന്ന നമ്മളല്ലാതെ. ഒരു മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ നമ്മൾ പറയും അടിപൊളി സിനിമയാണ്. അങ്ങനെ ആ സിനിമ 100 കോടി ക്ലബിൽ പോകും, അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആരാണ് ഈ പബ്ലിസിറ്റി ആക്കുന്നത്? നമ്മളെപ്പോലെ സിനിമ ഫാൻസാണ്. എന്താ നമ്മളുടെ വരുമാനം അവിടെ? നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോൾ 5-6 ആൾക്കാർ സിനിമ പോകും, അവർ പറഞ്ഞിട്ട് 5-6 ആൾക്കാർ സിനിമ പോകും. ഇതൊരു നെറ്റ്വർക്കായി മാറുകയാണ്, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയായി മാറുകയാണ്. പരസ്യക്കാരുണ്ടാവും അവിടെ, എങ്കിലും നമ്മൾ പറഞ്ഞ പബ്ലിസിറ്റി വഴി ആൾക്കാർ സിനിമ കാണുന്നത്. നമുക്കവിടെ വരുമാനമുണ്ടോ? ഞാൻ വെസ്റ്റീജിന്റെ പേസ്റ്റ് ഉപയോഗിച്ച് എനിക്കുണ്ടായിരുന്ന മൗത്ത് അൾസർ മാറി, പല്ലുവേദന മാറിയ കാര്യം കമ്പനിയിൽ പറഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ ബിസിനസ് 13 രാജ്യത്താണ്. ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിച്ചു. റിട്ടയർമെന്റ് ലൈഫിൽ 3.5 വർഷമായി. ഈ വീട്ടിലിരിക്കുക ഞാൻ 3.5 വർഷമായിട്ട് ദുബായിലാണ് ഉള്ളത്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതിൽ കിട്ടിയ റിസൾട്ട് കൂടെ വർക്കുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരത് വാങ്ങിച്ച് ഉപയോഗിക്കാനും അതിൽ 6 വ്യക്തികൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഇതിലൊരു വരുമാനം ആഗ്രഹിച്ച് എന്നോടൊപ്പം വന്നു. ആ 6 വ്യക്തികൾക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, അവരുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഇന്ന് റിട്ടയർമെന്റ് ലൈഫിലാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 1 കോടിയിലധികം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഈ കമ്പനിയിൽ. 21 വർഷമായി ഈ കമ്പനിയിൽ 1 കോടിയിലധികം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ മിസ്റ്റർ SP വരൽ സാർ 75 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന സാറാണ്. കേരളത്തിൽ 14 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന 76 വയസ്സുള്ള ഡെപ്യൂട്ടി തഹസിൽദാറുണ്ട്. 5 ലക്ഷം 6 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വീട്ടമ്മമാരുണ്ട്, 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള. ഇവരെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചതിലൂടെ, അതിന്റെ ക്വാളിറ്റി പറഞ്ഞതിലൂടെ, മറ്റൊരു വ്യക്തി അറിഞ്ഞതിലൂടെ ഈ ബിസിനസ്സായി നെറ്റ്വർക്കായി മാറുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ കുറെ ചാക്കിൽ സാധനം വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗം പോലും ഇല്ലാതെ ക്രീമുകളും ബെഡ്ഷീറ്റും ജ്യൂസും വാങ്ങിച്ച് കെട്ടിൻ്റെ അടിയിലൂടെ സൂക്ഷിക്കാൻ പറഞ്ഞ ആ പരിപാടി അല്ല കേട്ടോ. സൂം മീറ്റിംഗ് അറ്റൻഡ് ശേഷം 28,000-നും 30,000-നും സാധനം വാങ്ങിക്കാൻ പറഞ്ഞ ആ പരിപാടിയല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം 44 രൂപക്ക് പേസ്റ്റ് സോപ്പ് വാങ്ങിച്ചിട്ടും 63 രൂപ പേസ്റ്റ് വാങ്ങിച്ച് ക്വാളിറ്റി ഉണ്ടോ നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ബിസിനസ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, വേണ്ടെന്ന് പറഞ്ഞ് പോവാം. അതുകൊണ്ടാണ് പറഞ്ഞ് ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ സാധിക്കും, ആർക്ക് വേണമെങ്കിലും ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 9 തരം വരുമാനം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ 8 തരം വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. 9ാമത്തെ വരുമാനത്തിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാണ്. അത് വാങ്ങിച്ചതിന് ശേഷം നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ പറ്റാം. അടുത്ത വർഷം നാട്ടിലേക്ക് വരുവാണ് ഞാൻ ഗൾഫ് മതിയാക്കി. 21 വർഷം ദുബായിൽ നിന്നിട്ട് ആ ജോലിയിലൂടെ എനിക്ക് റിട്ടയർമെന്റ് ചെയ്ത് നാട്ടിൽ സെറ്റിൽ ആവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് 4.5 വർഷം കൊണ്ട് വെസ്റ്റേജിലൂടെ നാട്ടിൽ സെറ്റിൽ ആവാൻ സാധിച്ചിരിക്കുകയാണ്. അതിൽ ഈ ഇത്രയും വരുമാനത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷൻ വരുന്നുണ്ടാവും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സെഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇതിന്റെ വരുമാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ റെഗുലർ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും. പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളും തരുന്നുണ്ടാവും. ഈ 9 തരം വരുമാനം അതൊരു നമ്മുടെ ഒരു ബിസിനസ്സായി കൊണ്ടുപോകുന്ന സമയത്ത് 9 തരം വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ വെറും കസ്റ്റമർ ആയാൽ പോലും 50% ബെനിഫിറ്റാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 6 വ്യക്തികളിലേക്ക് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവർക്കൊരു വരുമാന മാർഗം ആക്കി കൊടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ, ആദ്യത്തെ ഒരു കുടുംബത്തിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഒരു പ്രൊമോഷൻ, സിൽവർ ഡയറക്ടർ. ആ സമയത്താണ് ട്രാവൽ ചെയ്യാനുള്ള ഫണ്ട് സ്റ്റാർട്ട് ആവുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ എല്ലാ മാസവും 10ാം തീയതി ഒരു എമൗണ്ട് തരും. അതൊരു ചെറിയൊരു എമൗണ്ട് ആകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന കമ്പനി വർഷത്തിൽ 3 ട്രിപ്പ് ഉണ്ട്. എപ്പോഴാണ് പോകുന്നത് ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും.
ആ സമയത്താണ് ടീം ബിൽഡിംഗ് ബോണസും ആ സമയത്താണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസും നമുക്ക് ലഭിക്കുന്നത്. രണ്ട് കുടുംബങ്ങളിലേക്ക് വരുമാനം വാങ്ങിക്കുമ്പോൾ ഗോൾഡ് ഡയറക്ടറായി മാറുന്നു. മൂന്നാമതൊരു ഫാമിലിക്കും കൂടെ ഒരു വരുമാനം വാങ്ങിച്ച് അതൊരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് അവർക്ക് വരുമാനം വാങ്ങിച്ച് അവരെ സഹായിച്ചാൽ ആ കുടുംബത്തിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ എങ്ങനെയാണ് എനിക്ക് വരുമാനം വന്നത് അത് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. 100% ഡ്യൂപ്ലിക്കേഷൻ. എന്താണ് ഞങ്ങൾ ചെയ്ത് ഒരു ഐഡിയ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തു, വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുന്നു, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നു, ഇഷ്ടപ്പെടാതെ ആരും ഉണ്ടാവത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ക്വാളിറ്റി. നിങ്ങളുടെ ലൈഫിൽ ഈ വിലയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരു പരസ്യക്കാരനും പറഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ പോയി വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു നല്ല കസ്റ്റമറായി നിന്നുകൊണ്ട് നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കിട്ടിയ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി സത്യസന്ധമായിട്ട് ഷെയർ ചെയ്യുക. വെറുതെ വരുമാനം വാങ്ങിക്കാൻ വേണ്ടി കടം പറയരുത്. നിങ്ങൾക്ക് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിനെ ഷെയർ ചെയ്യുക. അതിൽ ആരെങ്കിലും ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തി അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വരുമാനം കിട്ടി ആ കാര്യം അവരോട് പറയുന്ന സമയത്ത് അവരിലേക്ക് ഒരു വരുമാനം, ഒരു 3 മാസം തുടർച്ചയായി ഈ 3 ഫാമിലിക്ക് വരുമാനം വാങ്ങിക്കുമ്പം ആജീവനാന്തം കാറ് വാങ്ങിക്കാനുള്ള EMI കിട്ടും. നിലയ്ക്കാത്ത വരുമാനം, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ഈ 3 വരുമാനവും ഒരിക്കലും നിലക്കാതെ പോന്ന ഒരു കാറോ 2 കാറോ 3 കാറോ 4 കാറോ നമുക്ക് വാങ്ങിക്കാൻ ഒരു കുഴപ്പമില്ല. ഒരു 3 ഫാമിലി സക്സസ് ആക്കിയാൽ മതി. 4 കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്താൽ ഡയമണ്ട് ഡയറക്ടർ ഈ സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ടീമിലെ ആൾക്കാർ ലണ്ടൻ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ് 14 ദിവസം യാത്ര കഴിഞ്ഞ് നാട്ടിൽ കഴിഞ്ഞ ആഴ്ച എത്തിയുള്ളൂ. ഒരു രൂപ പോലും ചെലവാക്കാതെയാണ് ഈ ലണ്ടൻ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് നമ്മുടെ ടീമിലെ ആൾക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ടൗണിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് വരാൻ അത്ര പൈസയോ? ലണ്ടനും സ്കോട്ട്ലാൻഡും 5 സ്റ്റാർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഒരു 5 പൈസ ചെലവാക്കാതെ ഈ 4 കുടുംബത്തിലേക്ക് വരുമാനം എത്തുമ്പോൾ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളും സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഞാൻ എത്തിയിരിക്കുന്ന പൊസിഷൻ. 6 ഫാമിലി ഞാൻ ഇതിൽ കണക്ട് ആക്കി 6 ഫാമിലിക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്ത് തുടർച്ചയായി 3 മാസം ഈ 6 ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചപ്പോൾ വീടിന്റെ ഫണ്ട് സ്റ്റാർട്ടായി. ഈ 6 ഫാമിലിയിൽ നിന്നും ഏകദേശം 6300-ലധികം ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട്. അതിൽ 50,000, 60,000, 40,000, 25,000 ഒക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ, വിറ്റമ്മമാർ വരെയുണ്ട്. കാറിന്റെ ഫണ്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 6 ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത് ഹൗസ് ഫണ്ട് 1 ലക്ഷം രൂപ വരെ മന്ത്ലി EMI വാങ്ങിക്കാവുന്ന ആൾക്കാർ വരുന്നുണ്ട്. മന്ത്ലി 1 ലക്ഷം രൂപ വീടിന്റെ EMI കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വീട് വെക്കാം? 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാല്ലേ? നമ്മുടെ ലക്ഷറി വീട്, ഇതുപോലത്തെ വീടൊക്കെ വെക്കാൻ നമുക്ക് സാധാരണ നാട്ടിൽ ജോലിക്ക് പോയാൽ കിട്ടും തോന്നുന്നുണ്ടോ? ഇതുപോലുള്ള വീട് വെച്ച ആൾക്കാർക്ക് വെസ്റ്റേജിനുണ്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ, ലക്ഷറി വീട് വെക്കാൻ, ലക്ഷറി കാർ വാങ്ങിക്കാൻ, അതുപോലെ ധാരാളം ബാങ്ക് ബാലൻസും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്നത്തെ അച്ഛനമ്മമാർ എന്താ ചെയ്യണത്? മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ ചെലവാക്കണം. എന്നിട്ട് അവർക്ക് ജോലി വിദേശത്ത് എവിടെയെങ്കിലും അയക്കുന്നുണ്ടാവും. അവർ കല്യാണം കഴിച്ച് അവരുടേതായ ലോകത്തങ്ങ് പോകണം. വെള്ളം കോരി തരാൻ പോലും ആളില്ലാതെ അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. അല്ലെ? ഇങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ കാണാം. നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്ത് കൂടെ നിർത്താനും ഈ ബിസിനസ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും 3 തലമുറകളെ നിങ്ങൾ ഓർക്കുന്ന ലെജൻഡായി മാറാൻ സാധിക്കുന്നു ഞാൻ ഈ പറഞ്ഞ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ. അതിനുള്ള എല്ലാ സപ്പോർട്ടും ട്രെയിനിങ്സും തരാൻ വിന്നിംഗ് ടീം ആൻഡ് വെസ്റ്റേജ് റെഡിയാണ്. നാട്ടിൽ എല്ലാ ജില്ലകളിലും ഇതിന്റെ ട്രെയിനിങ്സ് ഉണ്ട്. ഫിസിക്കലായി അറ്റൻഡ് ചെയ്യാം, ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യാം, യൂട്യൂബ് ഫേസ്ബുക്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ജ്വല്ലറി, സ്വർണം വാങ്ങിക്കാൻ ഇന്നത്തെ ശമ്പളത്തിൽ 4-5 മാസം ശമ്പളം മാറ്റി വെച്ചാൽ പോലും ഒരു പവൻ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. ആവശ്യത്തിന് സ്വർണം വാങ്ങിക്കണം, വിദേശ യാത്ര പോകാനും, റിട്ടയർമെന്റ് ലൈഫ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെ, ആരോഗ്യത്തോടെ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 5 പ്രൊഡക്റ്റ് മാറ്റിയാൽ പോലും ഹോസ്പിറ്റലിൽ പോകുന്ന പോക്ക് കുറക്കാൻ സാധിക്കും. തുണി കഴുകുന്ന പൗഡറും പാത്രം കഴുകുന്ന ലിക്വിഡും പള്ളി തേക്കുന്ന പേസ്റ്റും കുളിക്കുന്ന സോപ്പും കുക്കിംഗ് ഓയിലും മാറ്റി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന അളവ് കുറക്കാൻ സാധിക്കും. ഈ 5 പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. ബാക്കി 450-ൽ പുറം പ്രൊഡക്റ്റ് വേറെ ഇതിനകത്തുണ്ട്. റിട്ടയർമെന്റ് ലൈഫ് ആരോഗ്യത്തോടെ 70-ാമത്തെ വയസ്സിലും 80-ാമത്തെ വയസ്സിലും ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു വ്യക്തിയെ മാറാൻ നമ്മുടെ മക്കളും മക്കളുടെ മക്കളെയൊക്കെ കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആക്കി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പ്രാവശ്യമെങ്കിലും, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഈ ഒരു വെസ്റ്റേജ് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ഇവിടെ വന്നിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് കാണുന്ന വന്നിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണോ ഇത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ല, ഇതുപോലെ കുറെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ?
നിങ്ങൾ കണ്ടിരിക്കുന്ന ബിസിനസ് ആവശ്യമില്ലാതെ കുറേ സാധനം ബൾക്ക് വാങ്ങിച്ചിട്ട് രണ്ടുപേരും അപ്പുറം ഇപ്പുറം ചേർത്തിട്ട് പെയർ മാച്ച് ചെയ്യുന്ന പരിപാടിയായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ ബിസിനസ് പെയർ മാച്ചിങ് അല്ല. ആവശ്യമില്ലാതെ ഒരാളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കേണ്ട. ആവശ്യക്കാർ അവർക്ക് ആവശ്യമുള്ള സാധനം അവർ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനം മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങാം. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിറ്റ് ചെയ്ത് പോകാൻ കുഴപ്പമില്ല. നിങ്ങളിത് കളയാതിരിക്കുവാണെങ്കിൽ, ഈ ഒരു ബിസിനസ് അവസരത്തെ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ, ഇതിലുള്ള ആർക്ക് വേണമെങ്കിലും ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഒരു 2-3 വർഷം സീരിയസ് ആയിട്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ബിസിനസ്സിന് എത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ ആ പ്രയോറിറ്റി 0 ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്ന ഈ ബിസിനസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ പൈസ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് വില ഉണ്ടാവത്തില്ല. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വല്ലപ്പോഴും കൂടി വന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ടൈം ടേബിൾ പ്രകാരം ഈ ബിസിനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ബിസിനസ് അവസരത്തെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും. എത്ര രൂപക്ക് സാധനം വാങ്ങിക്കണം, അങ്ങനെ വല്ല ഉണ്ടോ എന്നല്ല. ടാർഗറ്റ് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? ഒരു ടാർഗറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. ദയവ് ചെയ്ത് ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റുള്ള നെഗറ്റീവ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് തന്നെ ഒരു 100% വെസ്റ്റീജിന്റെ കസ്റ്റമറായി മാറാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം നിങ്ങൾക്കുണ്ടാവുന്നത് സ്ഥിരമായിട്ട് വാങ്ങിക്കണം എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനം വേണമെങ്കിൽ വെസ്റ്റീജിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ടേൺ ഓവർ വർദ്ധിക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞ് മറ്റൊരു വ്യക്തി ഇതിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന സമയത്ത് ആ വാങ്ങിക്കുന്ന വ്യക്തിക്കും നമ്മൾക്കും അതിൻ്റെ അകത്ത് ബോണസ് നേടാൻ സാധിക്കുന്നുണ്ടാവും. ടേൺ ഓവർ ബേസ് ആണ് നമുക്ക് ഇതിന്റെ വരുമാനം വരുന്നത്. നമ്മളിലൂടെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി 1-2 ആൾക്കാർ 5-6 ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അവർ വഴി കുറേ ആൾക്കാർ അറിയുന്നുണ്ടാവും. അതുവഴി വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി മാറ്റാൻ സാധിക്കുന്നു. വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. 4.5 വർഷം മുന്നേ ഞാൻ വെസ്റ്റീജിൽ ജോയിൻ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഏകദേശം ഒരു 3000 രൂപക്ക് അടുത്തുള്ള സാധനം വാങ്ങിച്ച് ബിസിനസ് തുടങ്ങിയ വ്യക്തിയാണ്. ആവശ്യമുള്ള സാധനം മാത്രം. ഇന്ന് 12 ലക്ഷത്തിന്റെ കച്ചവടം നടന്നു ഈ ഒരു മാസം. ഈ ഒരൊറ്റ മാസത്തെ കച്ചവടം പറഞ്ഞിട്ടോ എല്ലാ മാസവും ഈ ടേൺ ഓവർ ഇതിന് മേലെ വന്നുകൊണ്ടിരിക്കും. ഒരു കടയില്ലാത്ത, സ്റ്റാഫില്ലാത്ത, പരസ്യങ്ങളില്ലാത്ത, വാടക കൊടുക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയാണ് ഈ 12 ലക്ഷത്തിന്റെ കച്ചവടം ഈ ഒരു സൂം പ്ലാറ്റ്ഫോം ഇതുപോലെ രാത്രി ഇരുന്ന് ചെയ്യുന്നത്. ഞാൻ 13 രാജ്യത്തുള്ള ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവർക്ക്, ഈ കമ്പനിയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആവശ്യക്കാർ ബിസിനസ് ചെയ്യും. ആവശ്യമില്ലാത്ത ആൾക്കാർ കറങ്ങിട്ട് പോകും. നമുക്ക് അവിടെ ഒരു വിഷമമില്ല. നോ റിജക്ഷൻ, ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, ആർ യു റെഡി? ഈ ഒരു ബിസിനസ് മനസ്സിലാക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കാൻ റെഡിയാണെങ്കിൽ ഒരു 3-4 ദിവസം കണ്ടിന്യൂ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇന്നിപ്പം ബുധനാഴ്ചയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച വരെ കണ്ടിന്യൂ ഉള്ള ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ആരാണോ ഈ സൂം ലിങ്ക് അയച്ചെന്ന് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഫ്രീ ആയിട്ട് അതിനുശേഷം വാങ്ങിച്ച് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയായിട്ട് റെഗുലർ കോൺടാക്ട് ചെയ്യണം. റെഗുലർ 5 മിനിറ്റ് 10 മിനിറ്റ് അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് ബിസിനസ് വിജയിക്കാൻ സാധിക്കും. പല ആൾക്കാരും ഇതിൽ ജോയിൻ ചെയ്ത പിന്നെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല. അങ്ങനെ ആരും ബിസിനസ് ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് വിജയിക്കണം, വരുമാനം വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുക. നിങ്ങൾ ഇൻവൈറ്റ് വ്യക്തിയെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. 1-2 ആൾക്കാർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്.